ഞാൻ ജ്യോതിഷി ബിജു കൃഷ്ണൻ. ഹരിപ്പാട്ട് കവറാട്ട് ശിവക്ഷേത്രത്തിലാണ് ജ്യോതിഷം ചെയ്യുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നു, ശ്രദ്ധിക്കുക. പാഴൂർ പടിപ്പുരയിലെ കേരള ജ്യോതിഷ പ്രതിഷ്ഠാപകനായ തലക്കുളത്തൂർ ഗോവിന്ദൻ ഭട്ടതിരിപ്പാടിൻ്റെ താളിയോല വിധിപ്രകാരമുള്ള ചില ഡീറ്റെയിൽസ് ഞാനിവിടെ പറയുകയാണ്. അദ്ദേഹം എൻ്റെ പൂർവികനാണ്. ഞാനത് വായിക്കാം. 1290 AD രചിച്ച താളിയോലയിലെ ചില വിവരങ്ങളാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള നാമജപത്തിനെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരമൊരു വീഡിയോ ഉള്ളതായി ഞാൻ കേട്ടിട്ടില്ല. ഒരിടത്തും ഇതുപോലൊരു വീഡിയോ ഉള്ളതായി ഞാൻ കേട്ടിട്ടില്ല. ഇതുപോലെ ചില ഡീറ്റെയിൽസ് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഭക്തർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു പ്രത്യേകതരം പൂജ നടത്തണം. നമ്മൾ സാധാരണ ഞായറാഴ്ചകളിലുള്ള പൂജ രാവിലെ തുടങ്ങി ഉച്ചയാകുമ്പോൾ തീരുന്നു, അല്ലെങ്കിൽ 10:30 ആകുമ്പോൾ എല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് പൂജിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതും അഭിജിത്ത് മുഹൂർത്തത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അഭിജിത്ത് മുഹൂർത്തത്തിൽ ഏതെല്ലാം പ്രകാരത്തിലുള്ള എത്രയെത്ര ദോഷങ്ങളുണ്ടായിരുന്നാലും അവകളെയും തിഥി വാരാദി ദോഷങ്ങളെയും നവഗ്രഹ ദോഷങ്ങളെയും അഭിജിത്ത് മുഹൂർത്തം ഇല്ലാതെയാക്കി ശുഭത്തെ പ്രദാനം ചെയ്യുന്നുവെന്നാണ് വിധിയുള്ളത്. സർവദോഷങ്ങളും തീരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. തമ്പുരാൻ കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ, ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഗോഡ് ആയ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് ഈ ലോകം മുഴുവനുള്ള ദോഷത്തെ ഇല്ലാതെയാക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പം ഈ മുഹൂർത്തത്തിൽ പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. സർവീശ്വര പൂജ രീതിയിലുള്ള പൂജകളാണ്. ആ വിധികൾ ഞാൻ പറയാം. ഏത് ക്ഷേത്രത്തിലും ഇത് ചെയ്യാൻ കഴിയേണ്ടതാണ്. ഭക്തർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് നടത്തുന്ന ഈ പൂജയിൽ പങ്കെടുക്കുക. ബ്രാഹ്മണാചാര്യൻ ജപിച്ച് നൽകുന്ന മന്ത്രം ഏറ്റുചൊല്ലുക. പ്രത്യേക മന്ത്രങ്ങളുണ്ട്. പൂജാ സാമഗ്രികൾ ഭക്തർ കൊണ്ടുവരിക. ഞായറാഴ്ച ദിവസം ഈ പൂജയ്ക്ക് വേണ്ടി രജിസ്ട്രേഷൻ ഫീസ് ഭക്തർ ക്ഷേത്രത്തിൽ നൽകണം. 12 ഞായറാഴ്ചകളിൽ ഇപ്രകാരം പൂജ നടത്തിയാൽ ഉണ്ടാകുന്ന അനുഭവമാണ് ഏത് തരത്തിലുള്ള ദോഷത്തെയും ഇല്ലാതെയാക്കി ശുഭത്തെ പ്രദാനം ചെയ്യും. കുറച്ച് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഈ പൂജയുടെ സമ്പൂർണ്ണ അനുഭവത്തിന് വേണ്ടി തലക്കുളത്ത് ഭട്ടതിരിപ്പാടപ്പൻ്റെ തന്നെ താളിയോല വിധി പ്രകാരം ഒരു പ്രത്യേകതരം പൂർണ്ണത്രയീശ യന്ത്രം ഉണ്ട്. ഇതിനകത്ത് കൃഷ്ണനെ പ്രതിഷ്ഠിച്ചാണ് നൽകുന്നത്, തിരുമേനി പ്രതിഷ്ഠിച്ചാണ് നൽകുന്നത്. ഈ യന്ത്രം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞായറാഴ്ച രാവിലെ 1 മണിക്കൂർ, ഉദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30-2 മണി വരെ ഉള്ള സമയത്ത്, അതുകൂടാതെ വൈകിട്ട് 4:30 മുതൽ 6 മണി വരെ രാഹുകാലം, ഈ സമയത്തും പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥന നടത്തണമെന്നാണ് തിരുമേനി പറയുന്നത്. അതിനുണ്ടാകുന്ന അനുഭവമാണ് എത്ര ശാപത്തെയും എത്ര ദോഷത്തെയും ഇല്ലാതെയാക്കി ഇത് ശുഭത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പൂപ്പൻ എഴുതിയ ദശാധ്യായി എന്നൊരു പുസ്തകത്തിൽ ഒരു ശ്ലോകമുണ്ട്. സവിത ദശാഫലാനാം പാചയിത ചന്ദ്രമ പ്രപോഷയിത ആദിത്യചന്ദ്ര വശക സർവ ഇതര ഗ്രഹജ്ഞേയ പറയും.
ദശാധ്യായിയിലുണ്ട്. സവിത ദശാഫലാനാം പാചയിത, സൂര്യനാണ് ദശാഫലങ്ങൾ പാചകം ചെയ്യുന്നത്. ചന്ദ്രമ പ്രപോഷയിത, ചന്ദ്രനെ പ്രകർഷേണ പോഷിപ്പിക്കുന്നു, നറീഷ് ചെയ്യുന്നു. അടുത്ത വരിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആദിത്യചന്ദ്ര വശക സർവ ഇതര ഗ്രഹജ്ഞേയ, അറിയൂ എല്ലാ ഗ്രഹങ്ങളും ആദിത്യചന്ദ്രന്മാർക്ക് വശകന്മാരാണെന്നറിയും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത്തരം പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരുവാൻ വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ 9847682654 അല്ലെങ്കിൽ 9656244366. നമ്പർ ഒന്നുകൂടെ പറയാം, 9847682654 അല്ലെങ്കിൽ 9656244366. ഇതിൽ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നവർക്ക് നമസ്കാരം. താങ്ക് യു.